by selling an article for rupees 33,000, a man gains 10%. അപ്പോൾ ഒരു ആർട്ടിക്കിളിനെ 10% ഗെയിനിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ 100 ഉണ്ടായിരുന്നത് 110% വിൽക്കുക എന്ന് പറഞ്ഞത് 10% ഗെയിൻ അല്ലേ. അപ്പം 110%ലാണ് വിൽക്കുന്നത്. വിൽക്കുമ്പോൾ എത്രയിലാണ് വിൽക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് 33,000 വിൽക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 33,000 വിൽക്കുമ്പോഴാണ് ആ 10% പ്രോഫിറ്റ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു 100 + 10% പ്രോഫിറ്റ് 110% കിട്ടുന്നത്. ഇനി ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ 20% പ്രോഫിറ്റ് കിട്ടാൻ എത്രയിൽ വിൽക്കണമെന്ന് ചോദിക്കുന്നത്. വളരെ ഈസിയാണ്. 20% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ വിൽക്കുന്ന എത്രയിലായിരിക്കും? 120 വിൽക്കണം. 100 രൂപയുടെ സാധനം. അങ്ങനെയാണെങ്കിൽ ആ 120 കിട്ടാൻ എന്ത് വിലയ്ക്ക് വിൽക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മളത് ഫുള്ള് എഴുതി സോൾവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആൻസർ എടുക്കാൻ പറ്റും. സോ കമ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കാൻ പറ്റും. ഇവിടെ 11 ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ് 33 വരുന്നതെന്ന് ആലോചിച്ച് നോക്കുക. 11 ഇൻറ്റു 3 ചെയ്യുമ്പോഴാണ് 33 വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതേ താഴെ നമുക്ക് 12 എന്ന് പറയുന്നത് എത്രയാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പം 12 ഇൻറ്റു അതേ 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 12 ഇൻറ്റു 3 36 എന്ന് വരും. പിന്നെ റിമൈനിങ് 3 zeros. സോ ആൻസർ 36,000 എന്ന് വരും. നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് തന്നെ കമ്പയർ ചെയ്യും. നിങ്ങൾക്ക് 110% കാണുമ്പോൾ അല്ലെങ്കിൽ 10% കൂടിയ വാല്യൂ ആണ് ഇത്. നിങ്ങൾക്ക് പെട്ടെന്ന് ആ 30,000 എന്നുള്ള വാല്യൂ ആണ് ശരിക്കുള്ള നമ്മുടെ CP എന്നുള്ളതൊന്ന് ഓർമ്മ വരുവാണെങ്കിൽ നമ്മുടെ 30,000ന്റെ 10% എടുക്കുമ്പോഴാണ് എന്ത് വരുന്നത്? 3,000 കൂടി ചേർന്നിട്ട് 33,000 വരുന്നത്. നിങ്ങൾക്ക് അതൊന്ന് ഓർമ്മ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് തന്നെ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും. അതർവൈസ് പിന്നെ നിങ്ങൾക്ക് ഈ രീതിയിൽ കമ്പയർ ചെയ്യാം. മാക്സിമം ഫോർമുലാസ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക.